ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് EMIയുടെ ഇൻട്രസ്റ്റ് കണക്കാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട്, EMI കാൽക്കുലേറ്റർ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കാം. നിങ്ങൾക്കറിയാം, രണ്ട് ടൈപ്പ് ലോണാണുള്ളത്, റെഡ്യൂസിങ്ങും ഫ്ലാറ്റും. റെഡ്യൂസിങ്ങും ഫ്ലാറ്റും കൂടി കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ EMIയിൽ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഏത് ടൈപ്പ് ലോൺ എടുത്താലാണ് നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നമുക്ക് EMI കാൽക്കുലേറ്റർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടിട്ട് ഞാൻ ഡയറക്റ്റ് അത് എൻ്റർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ നമുക്ക് കാണാം കമ്പയർ ലോൺ, അതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സാധാ ഒരു എമൗണ്ട് ഇട്ടിട്ട് നമ്മളതൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. എനിക്കിപ്പോൾ വേണ്ടതൊരു 2 lakhs റുപ്പീസാണ്. അതുകൊണ്ട് ഞാൻ എമൗണ്ടിൻ്റെ അവിടെ 2 lakhs എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഇൻട്രസ്റ്റിൻ്റെ അവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ഉള്ളത് കൊണ്ടിട്ട് ഞാനൊരു 7% ഇൻട്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മന്ത് എനിക്ക് 1 ഇയറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മന്ത്സ് എന്ന് പറയുമ്പോൾ 12 months ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി ലോൺ 1ൻ്റെ അവിടെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ലോൺ 2ലും ഇതേപോലെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇനി നോക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് ടൈപ്പ് ലോൺ ഉണ്ട്, റെഡ്യൂസിങ്ങും ഫ്ലാറ്റും. അപ്പോൾ വൺ സൈഡിൽ നമ്മൾ റെഡ്യൂസിങ് കൊടുത്തു, അനദർ സൈഡിൽ ഫ്ലാറ്റും കൊടുത്തു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 12 മാസം, അതായത് 12 month കൊണ്ട് നമ്മുടെ കാലാവധി തീരുവാണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് അടച്ചു തീരുമ്പോഴേക്കും EMI വരുന്നത് 17,305 റുപ്പീസും ഫ്ലാറ്റിലാണെങ്കിൽ 17,833. വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ, ഒരു 528 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് നോക്കാൻ നേരത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് റെഡ്യൂസിങ്ങിൽ 7,660യും ഫ്ലാറ്റിൽ വരുന്നത് 14,001. അവിടെ നമുക്കൊരു ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റും, 6,340 ഇല്ലേ. അപ്പോൾ ഫ്ലാറ്റും റെഡ്യൂസിങ്ങും വെച്ച് നോക്കുമ്പോഴേക്കും സെയിം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? റെഡ്യൂസിങ് ആണ്. അപ്പോൾ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ആണ്, ബിക്കോസ് ഫ്ലാറ്റിന് ഇൻട്രസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഒരു ബാങ്കിലും റെഡ്യൂസിങ്ങിനും ഫ്ലാറ്റിനും സെയിം ഇൻട്രസ്റ്റ് അല്ല കേട്ടോ. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇപ്പം ഞാനിത് 12 month ആയതുകൊണ്ടിട്ട് 1 ഇയറിലൊക്കെ ആയതുകൊണ്ടിട്ടാണ് EMI ഇത്രയും വരുന്നത് 17,000. അതുകൊണ്ട് ഞാനിവിടെ ഒരു 36 month ആക്കി മാറ്റിയിട്ടുണ്ട് അതിനെ. അപ്പോൾ എന്താ പ്രത്യേകത? നമുക്ക് 3 വർഷം കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ തീർത്താൽ മതി. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വന്ന് നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് EMI 17,000 കൊടുക്കണ്ട, 6,175 റുപ്പീസ് മന്ത്ലി നമ്മൾ പേ ചെയ്താൽ മതി. സാധാരണ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും അവർക്ക് അഫോർഡബിൾ ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 6,000 അറൗണ്ട് കിട്ടും. വലിയ വ്യത്യാസമൊന്നും നമുക്ക് EMIയിൽ രണ്ട് ടൈപ്പിലും വരുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഇവിടെയും എന്തുണ്ട്, 19,000 അടുത്ത് നമുക്ക് ഇൻട്രസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്. അത് സെയിം ഇൻട്രസ്റ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു ബാങ്കിലും ഇൻട്രസ്റ്റ് ഫ്ലാറ്റിനും റെഡ്യൂസിങ്ങിനും സെയിം ആയിരിക്കില്ല, കുറവായിരിക്കും. റെഡ്യൂസിങ്ങിനേക്കാളും കുറവായിരിക്കും ഫ്ലാറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു 5% ആക്കി. 5% ആക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ, വ്യത്യാസം വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി അതുപോലെ 4% ആയപ്പോൾ ഇൻട്രസ്റ്റ് റെഡ്യൂസിങ്ങിൽ 22,000ഉം ഫ്ലാറ്റിൽ വന്നിട്ട് 24,000ഉം. അപ്പോൾ ഏകദേശം എന്തായി, ഒരു 1,700ൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് പോകും. ഇനി ഞാൻ 7.5% റെഡ്യൂസിങ്ങിലും 4% ഫ്ലാറ്റിലും സെറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ, 44 റുപ്പീസ്, ഓൺലി 44 റുപ്പീസിൻ്റെ ഡിഫറൻസേ ഇൻട്രസ്റ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന സമയത്ത് റെഡ്യൂസിങ്ങിൻ്റെ ഇൻട്രസ്റ്റും ഫ്ലാറ്റിൻ്റെ ഇൻട്രസ്റ്റും നിങ്ങൾ അന്വേഷിക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് അന്വേഷിച്ചിട്ട് ഈ നമ്മുടെ EMI കാൽക്കുലേറ്റർ കൊണ്ടുവന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 7.5% റെഡ്യൂസിങ്ങിലും ഫ്ലാറ്റിൽ 4% ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമില്ലാണ്ട് നമുക്ക് ഏത് ലോണാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ റെഡ്യൂസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് ഇടുന്തോറും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും.
ഫ്ലാറ്റിന് നമുക്ക് അങ്ങനെ കിട്ടൂല. ഫ്ലാറ്റിന് എത്രയാണോ ആദ്യം പറഞ്ഞ ഇൻട്രസ്റ്റ് അത്രയും തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.